വർഷങ്ങൾ താമസിച്ചിരുന്ന വീടിനുള്ളിൽ കയറാൻ കഴിയാതെ വീടിന് മുന്നിൽ ടാർപോളിൻ കെട്ടി താമസിക്കുകയാണ് കൊല്ലത്തൊരു കുടുംബം. തഴുത്തല സ്വദേശി വിജയമ്മ ഉൾപ്പെടുന്ന 4 കുടുംബമാണ് മുറ്റത്ത് താമസിക്കുന്നത്. തൊട്ടടുത്ത പുരയിടത്തിലെ മണ്ണെടുപ്പ് കാരണം കക്കൂസ് തകർന്നു. വീടും ഏത് സമയവും വീഴാവുന്ന അവസ്ഥയിലാണ്. പഞ്ചായത്ത് ഉൾപ്പെടെ ഇടപെട്ടിട്ടും പ്രശ്നപരിഹാരത്തിന് സ്ഥല ഉടമ തയ്യാറാകാത്തതാണ് ദുരിത ജീവിതത്തിന് കാരണം. പിന്നെ എനിക്കിപ്പോൾ ഒരവസ്ഥ, എൻ്റെ വീടുമെല്ലാം ഇടിഞ്ഞു പോകാറായി നിൽക്കുക കുഴിക്കകത്തോട്ട്. അവർ മണ്ണെടുത്ത് എൻ്റെ വില ഇതെല്ലാം ആയത്. എനിക്ക് കയറി കിടക്കാൻ ഇടമില്ല. ഞങ്ങൾ ഇനി 3-4 പേരോട് ഇതിനകത്ത് കയറി മാറിക്കും. ഇടിഞ്ഞു വീണ് മരിക്കട്ടെ. വിജയമ്മയും കുടുംബവും 25 വർഷത്തിലേറെയായി ഇവിടെയാണ് താമസം. ചില മാസങ്ങൾ കൊണ്ടാണ് അവസ്ഥ വഷളായത്. സമീപത്തെ വസ്തുവിൽ നിന്നും നിയന്ത്രണമില്ലാതെ മണ്ണിടിച്ചു. വിജയമ്മയുടെ വീട് അപകടാവസ്ഥയിലായി. ഇപ്പോൾ താമസം വീടിന് മുന്നിൽ വലിച്ചു കെട്ടിയ ടാർപോളിന് കീഴിൽ. മണ്ണിടിച്ചിലിൽ കക്കൂസ് തകർന്നതോടെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ ബന്ധുവീടിനെ ആശ്രയിക്കണം. കക്കൂസെല്ലാം ഇടിഞ്ഞു പോയി. ഞങ്ങൾ എന്ത് കിടന്ന് കഷ്ടപ്പെടുക കക്കൂസിലൊക്കെ പോകാൻ. ആകെപ്പാടെ ഞങ്ങൾ കഷ്ടപ്പെടുക. ഒന്ന് ഞങ്ങൾക്ക് ഇത് കെട്ടിത്തരണം, സൈഡ് കെട്ടിത്തരണം. അല്ലെങ്കിൽ ഞങ്ങൾക്ക് എവിടെയെങ്കിലും 5 സെന്റ് 2 സെന്റ് 3 സെന്റ് ആയാലും മതി, ഒരു വീടും അതിനകത്ത് വേണം. പ്രശ്നം പരിഹരിക്കാൻ തൃക്കോവിൽവട്ടം പഞ്ചായത്തിലെ ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും ഇടപെട്ടു. സമീപത്തെ വസ്തുവിന്റെ ഉടമയുടെ ഭാഗത്തു നിന്ന് അനുഭവപൂർവമായ മറുപടി മാത്രം ഉണ്ടായില്ല. ഒന്നുകിൽ ഇത് കെട്ടിക്കൊടുക്കുക, അല്ലെങ്കിൽ അവരെവിടെങ്കിലും ഒരു 3 സെന്റും ഒരു കൊച്ചു വീടും അവർക്ക് വാങ്ങിക്കൊടുക്കുക. ഈ എടുത്തേക്കുന്നതിന് താഴെ 5 സെന്റ് കൊടുത്താലും മതി. ഞങ്ങളെങ്കിലും ഓല മറച്ചെങ്കിലും ഞാൻ അവത്തുങ്ങളെ അവിടെ താമസിപ്പിക്കും. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറുമകൻ, ജോലിക്ക് പോകാൻ കഴിയാത്ത മകൻ, മരുമകൾ, ഇവരെയും കൊണ്ട് എവിടേക്ക് പോകുമെന്നറിയാതെ വിഷമിക്കുകയാണ് വിജയമ്മ. മഴ കടുത്തു കഴിഞ്ഞാൽ വീട് ബാക്കിയുണ്ടാകുമോ എന്നത് ഉറപ്പില്ല. അതിനു മുൻപ് അധികൃതരുടെ ഭാഗത്ത് നിന്ന് അടിയന്തര ഇടപെടൽ ഇവരുടെ കാര്യത്തിൽ ഉണ്ടാകണം. ലിജോ റോളൻ, മീഡിയ 1, കൊല്ലം.